ഹായ് മക്കളെ, നമ്മുടെ പേഴ്സ് ഓഫ് ലീനിയർ ഇക്വേഷനിലെ സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് 2 മെത്തേഡ്സ് ഉണ്ടെന്നറിയാം. ഗ്രാഫിക്കൽ മെത്തേഡ് ആൻഡ് ഓൾജിബ്രിക് മെത്തേഡ്. ഈ ഓൾജിബ്രിക് മെത്തേഡിലെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് നമുക്ക് 1 മിനിറ്റിൽ പഠിച്ചാലോ? നമുക്കറിയാം, നമ്മുടെ ഫുട്ബോൾ മാച്ച് ഒക്കെ കാണുമ്പോൾ ഒരു പ്ലെയറെ റീപ്ലേസ് ചെയ്ത് മറ്റൊരാളെ പ്ലേസ് ചെയ്യുന്നതിനാണ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാം. ഇതേ കാര്യം തന്നെയാണ് നമ്മൾ പേഴ്സ് ഓഫ് ലീനിയർ ഇക്വേഷൻസിലും ചെയ്യുന്നത്. നമ്മളിത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഇക്വേഷൻസിന് നമ്പർ കൊടുക്കാം. ഇക്വേഷൻ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്പർ കൊടുക്കുക. ഇതിൽ ഒരു ഇക്വേഷൻ നമ്മൾ ചൂസ് ചെയ്ത് ഒരു വേരിയബിളിനെ ഇൻ ടേംസ് ഓഫ് മറ്റൊരു വേരിയബിൾ നമുക്ക് പറയണം. അങ്ങനെ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേരിയബിളിന്റെ കോഎഫിഷ്യന്റ് 1 ഉണ്ടെങ്കിൽ ആ ഇക്വേഷൻ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ സെക്കൻഡ് ഇക്വേഷൻസിൽ എക്സിന്റെയും വൈയുടെയും കോഎഫിഷ്യന്റ് 1 ആണ്. അതുകൊണ്ട് ഞാൻ സെക്കൻഡ് ഇക്വേഷൻ ചൂസ് ചെയ്യുന്നു. ദെൻ ഞാൻ ഇതിനെ റീഅറേഞ്ച് ചെയ്ത് എക്സിനെ ഇൻ ടേംസ് ഓഫ് വൈ എഴുതുകയാണ്. ദാറ്റ് ഈസ് എക്സ് ഈസ് ഈക്വൽ ടു 10 മൈനസ് വൈ. നമ്മുടെ ഇക്വേഷൻ നമ്പർ 3 നമ്മൾ ജനറേറ്റ് ചെയ്തു. അപ്പൊ എക്സിന് ഇൻ ടേംസ് ഓഫ് വൈ കിട്ടിക്കഴിഞ്ഞെങ്കിൽ നമുക്കിനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് വാല്യൂ ഓഫ് എക്സ് ഇൻ ഇക്വേഷൻ നമ്പർ 1. എന്തുകൊണ്ടാണ് ഇക്വേഷൻ നമ്പർ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതെന്ന് ചോദിച്ചാൽ, നമ്മുടെ തേർഡ് ഇക്വേഷൻ നമ്മൾ ജനറേറ്റ് ചെയ്തത് സെക്കൻഡ് ഇക്വേഷനിൽ നിന്നാണ്. നമ്മൾ യൂസ് ചെയ്യാത്ത ഇക്വേഷൻ ഏതാ? ഇക്വേഷൻ നമ്പർ 1 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 ഇൻറ്റു എക്സിനെ 10 മൈനസ് വൈ കൊണ്ട് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നു. മൈനസ് വൈ ഈസ് ഈക്വൽ ടു 8. ദെൻ 2 ഇൻറ്റു 10 20. നമ്മളിവിടെ അപ്ലൈ ചെയ്യേണ്ടത് ബോർഡ് മാസ് റൂൾ ആണ്. 2 ഇൻറ്റു മൈനസ് വൈ മൈനസ് 2y മൈനസ് വൈ ഈസ് ഈക്വൽ ടു 8 എന്ന് കിട്ടും. Therefore 20 മൈനസ് 3y ഈസ് ഈക്വൽ ടു 8 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ മൈനസ് 3y ഈസ് ഈക്വൽ ടു എന്ത് വരും? 8 മൈനസ് 20. ദാറ്റ് ഈസ് മൈനസ് 3y ഈസ് ഈക്വൽ ടു മൈനസ് 12 ആണ്. അങ്ങനെയെങ്കിൽ y ഈസ് ഈക്വൽ ടു മൈനസ് 12 ബൈ മൈനസ് 3. ദാറ്റ് ഈസ് y ഈസ് ഈക്വൽ ടു 4. അങ്ങനെ നമുക്ക് y-യുടെ വാല്യൂ കിട്ടും. y കിട്ടിക്കഴിഞ്ഞാണെങ്കിൽ ഇനി x ഫൈൻഡ് ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. എന്ത് ചെയ്താൽ മതി? y എടുത്ത് നേരെ നമ്മളുടെ ഇക്വേഷൻ നമ്പർ 3ല് y-യുടെ പ്ലേസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് x-ന്റെ വാല്യൂ കിട്ടും. നിങ്ങൾ തന്നെ ഫൈൻഡ് ചെയ്ത് നോക്കാം. ഓക്കെ.